വാലറന്റിൽ 250 FPS, GTA 5 കളിക്കുകയാണെങ്കിൽ 50 FPS നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആണ്, അതും 1080p. നിങ്ങളുടെ ഇതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൈൻഡ് ബ്ലോൺ ആയി പോകും. അതേപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് ലക്ഷങ്ങളാകുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നമ്മുടെ സ്ഥിരമുള്ള വീഡിയോ പോലെ അല്ല ഇത്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സീരീസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു GBC Sigma Air 1. ഗൈസ്, അപ്പോൾ നമ്മുടെ സിഗ്മ എയറിൻ്റെ സ്പെക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ കാണുന്ന PC എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പ്രീ ബിൽഡ് മോഡൽ കാറ്റഗറിയിൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സിഗ്മ G1 റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സിഗ്മ എയർ 1 ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ട് വളരെ പവർഫുൾ ആയിട്ട് വളരെ എലിഗൻ്റ് ആയിട്ടുള്ള ഒരു PC ആയിരിക്കും നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എയർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ലിക്വിഡ് കൂളർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എയർ കൂൾഡ് ആയിട്ടുള്ള ഒരു PC ആണ്. അപ്പോൾ ഇതിൻ്റെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പ്രൊസസ്സർ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് Ryzen 5ൻ്റെ 5600 ആണ്. 6 കോർ 12 ത്രെഡ് ആയിട്ടുള്ള പ്രൊസസ്സറാണ്. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മോസ്റ്റ് ഗെയിമിംഗ് AAA ടൈറ്റിൽസ് ആയിക്കോട്ടെ, ഏതൊരു ഗെയിമിംഗ് ഓൺലൈൻ ഗെയിംസ് ആയിക്കോട്ടെ, കോമ്പറ്റീറ്റീവ് ഗെയിംസ് ആയിക്കോട്ടെ, 6 കോർ പ്രൊസസ്സർ ഈസ് മോർ ദാൻ ഇനഫ് ഫോർ കോമ്പറ്റീറ്റീവ് ലൈനപ്പിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടാണ് ഈ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നത്. മദർ ബോർഡ് ആയിട്ട് നമ്മൾ B450 ചിപ്സെറ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതും ആസൂസിൻ്റെ പ്രൈം MA2 എന്ന് പറയുന്ന മദർ ബോർഡ് കാറ്റഗറിയാണ്. നമ്മൾ ഈ ഒരു ബോർഡിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം 550 മദർ ബോർഡ് എടുക്കേണ്ടി വന്നില്ല, കാരണം 56 3.0 സപ്പോർട്ട് ചെയ്യുന്ന ഒരു മദർ ബോർഡ് മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ 450 ഈ ഒരു ബോർഡിൻ്റെ ഒരു കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത്. മെമ്മറി ചോയ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് 16 GB ആണ്. 8 GB രണ്ട് നമ്പേഴ്സ്. ഡുവൽ സ്റ്റിക്ക് റാം ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് 3200 MHz. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ 4 റാം സ്ലോട്ട് ഉണ്ട്. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 32 GB അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചർ പ്രൂഫിംഗ് ഓപ്ഷനും നമ്മൾ നമ്മുടെ എയർ ഈ സീരീസിൽ കൊടുക്കുന്നുണ്ട്. SSD ചോയ്സ് ആയിട്ട് 512 GB S50 Lite Gen 4 ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു SSD തന്നെയാണ്. അതും Gen 4ൽ ഈ ഒരു കോമ്പിനേഷനിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള SSD ആണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ഗൈസ്, അടുത്തത് കൂളറാണ്. കൂളർ ചോയ്സ് ആയിട്ട് ഞാൻ ഇതിൽ നിങ്ങൾക്കറിയാം ബ്ലാക്കും വൈറ്റും വേരിയൻ്റ് ആണ് നമുക്ക് ഈ ഒരു ബിൽഡിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റ് ചോയ്സ് എടുക്കുന്ന ആൾക്കാർക്ക് AK400 വൈറ്റ് എഡിഷൻ കൂളറാണ് നമ്മളിവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വളരെ ചില്ലിങ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു കൂളർ നമ്മുടെ ഈ പ്രൊസസ്സറിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ FPS ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിക്ലൈനോ കാര്യങ്ങളോ ഒന്നും വരാതെ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗൈസ്, അടുത്തത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഗ്രാഫിക്സ് കാർഡ്. ഗ്രാഫിക്സ് കാർഡായിട്ട് ഞാൻ AMDയുടെ തന്നെ RX 580 8 GB കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ NVIDIAയുടെ കാർഡ്സ് യൂസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ RX 580 8 GB ഈസ് മോർ ദാൻ ഇക്വലൻറ്റ് ടു 1660 പോലത്തെ കാർഡ്സിന് അത്ര ഇക്വലൻ്റ് ആയിട്ടുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനിലും നമ്മളിപ്പം പറയാൻ പോകുന്ന ബഡ്ജറ്റിലും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് RX 580. ആൻഡ് ദാറ്റ് ഈസ് ഫ്രം ASRock Phantom ഗെയിമിംഗ് സീരീസ് ആണ് ഈ ഒരു ബിൽഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഗൈസ്, അടുത്തത് ക്യാബിനറ്റ് ആണ്. ഈ ഒരു ബിൽഡിനെ എയർ സീരീസ് ആക്കിയതും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു പവർ പാക്ഡ് ആയിട്ട് ഇതിൽ ടെമ്പറേച്ചറും തെർമൽസ് എല്ലാം പ്രോപ്പർലി നമുക്ക് ചെയ്യാൻ പറ്റിയ ക്യാബിനറ്റ് ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചത്. അത് സെബിൻ്റെ ആർഗോ ക്യാബിനറ്റ് ആണ്. അതും വൈറ്റും ബ്ലാക്കും രണ്ട് ചോയ്സാണ് നമ്മൾ ഈ ഒരു എയർ സീരീസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് സീരീസ് വേണമെങ്കിൽ വൈറ്റ് ചൂസ് ചെയ്യാം, ഇനി ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചൂസ് ചെയ്യാം. ഗൈസ്, ഇതിൻ്റെ ഗെയിം പ്ലേ ആണ് നിങ്ങൾ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. വെയിറ്റ് ചെയ്തിരിക്കുന്ന സെഗ്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു PC ലക്ഷങ്ങളായിട്ടില്ല, വെറും 55,799 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു PC മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു സിഗ്മ എയർ ഡെഫിനറ്റ്ലി നമ്മുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ പോലും സിഗ്മ എയറിലാണ് എഡിറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഡിറ്ററിൻ്റെ ആ ഒരു ക്ലിപ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇത് എഡിറ്റിങ്ങിനായിക്കോട്ടെ, ഗെയിമിംഗ് ആയിക്കോട്ടെ, കോണ്ടന്റ് ക്രിയേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടും കോമ്പാക്റ്റ് ആയിട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു PC ആണ് സിഗ്മ എയർ.
ഗൈസ്, അപ്പോൾ ഗിഫ്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും ഈ ഒരു സെക്ഷൻ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് എന്താണെന്ന് പറയുന്നത് ഒരു ഫ്രീബിയാണ്. അപ്പോൾ PC ആയിട്ട് ആരും കണക്കാക്കരുത് കേട്ടോ. PC ഒന്നും ഒരിക്കലും ഒരു വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഫ്രീബി ഗുഡി ആയിട്ട് ലോജിടെക്കിൻ്റെയും കുളമാഷിൻ്റെ ഗിവ് അവേ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചോദ്യം ഇതാണ്, നമ്മുടെ സിഗ്മ എയറിൽ എത്ര കൂളിംഗ് ഫാൻസ് ഉണ്ട്? അപ്പാർട്ട് ഫ്രം എയർ കൂളർ കൂട്ടണ്ട, അല്ലാതെ കൂളിംഗ് ഫാൻസ് എത്ര ഉണ്ട് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റിൽ നമ്മൾ ഇപ്രാവശ്യം എടുക്കാൻ പോകുന്നത് 17ാമത്തെ ആൾക്കാണ്. 17ാമത്തെ ആളാണ് ഇതിൻ്റെ വിന്നർ. അതുകൊണ്ട് റാൻഡം ആയിട്ടുള്ള ചോയ്സ് ഒന്നും അല്ല. നമ്മളിതിൽ നോക്കുമ്പോൾ 17ാമത്തെ ആൾ കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കായിരിക്കും ഇപ്രാവശ്യത്തെ വീഡിയോയുടെ ഗിഫ്റ്റ്. സോ ഗൈസ്,